അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം 1392, സൂറത്ത് യൂസുഫ് 88 മുതൽ 92 കൂടിയ സൂക്തങ്ങൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فلما دخلوا عليه قالوا يا أيها العزيز مسنا وأهلنا الضر وجئنا ببضاعة مزجاة فأوف لنا الكيل وتصدق علينا إن الله يجزي المتصدقين. قال هل علمتم ما فعلتم بيوسف وأخيه إذ أنتم جاهلون؟ قالوا وإنك لأنت يوسف. قال أنا يوسف وهذا أخي قد من الله علينا إنه من يتق ويصبر فإن الله لا يضيع أجر المحسنين. قالوا تالله لقد آثرك الله علينا وإن كنا لخاطئين. قال لا تثريب عليكم اليوم يغفر الله لكم وهو أرحم الراحمين. صدق الله العظيم. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. فلما دخلوا عليه, അവർ അഥവാ യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ സന്താനങ്ങൾ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ അടുത്ത് വന്നപ്പോൾ ഖാലു, അവർ പറഞ്ഞു, യാ അയ്യുഹൽ അസീസു, ഓ പ്രഭോ, മസ്സനാ വഅഹ്ലനൽ ദുർറു, ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ബുദ്ധിമുട്ട് ബാധിച്ചിരിക്കുന്നു. വജിഅനാ ബിളാഅത്തിൻ മുസ്ജാത്തിൻ, ഞങ്ങൾ വളരെ മോശമായ ചരക്കുമായാണ് വന്നിട്ടുള്ളത്. അതായത് ഭക്ഷ്യധാന്യത്തിനുള്ള വില അതത്ര മേത്തരം വിലയൊന്നും അല്ല എന്നർത്ഥം. അതുകൊണ്ട് ഫൗഫി ലനൽ കൈല, ഞങ്ങൾക്കങ്ങ് അളവ് പൂർത്തിയാക്കി തരണം. വതസദ്ദഖ അലൈന, ഞങ്ങളുടെ മേലിൽ ധർമ്മം നൽകുകയും ചെയ്യണം. ഇന്നല്ലാഹ യജ്സിൽ മുതസദ്ദിഖീൻ, നിശ്ചയം ധർമ്മം നൽകുന്നവർക്ക് അല്ലാഹു പ്രതിഫലം നൽകുക തന്നെ ചെയ്യും എന്ന്. ഖാല, യൂസുഫ് നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, ഹൽ അലിംതും, നിങ്ങൾക്കറിയാമോ, മാ ഫഅൽതും ബി യൂസുഫ വഅഖീഹി, എന്താണ് യൂസുഫിനെയും സഹോദരനെയും കൊണ്ട് നിങ്ങൾ ചെയ്തിരുന്നതെന്ന്. ഇത് അൻതും ജാഹിലൂൻ, നിങ്ങൾ വിവരമില്ലാത്തവരായ കാലത്ത്, നിങ്ങൾക്ക് ബോധമില്ലാതെ നിങ്ങൾ യൂസുഫിനെയും സഹോദരനെയും എന്താ ചെയ്തിരുന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു. ഖാലു, അവർ ചോദിച്ചു, ആ ഇന്നക ലഅൻത യൂസുഫു, അല്ല നിങ്ങൾ തന്നെയാണോ യൂസുഫ്? ഖാല, യൂസുഫ് നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, അന യൂസുഫു, അതെ ഞാൻ തന്നെയാണ് യൂസുഫ്. വഹാദാ അഖി, ഇതെന്റെ സഹോദരനാണ് ബിന്യാമീൻ. ഖദ് മന്നല്ലാഹു അലൈനാ, നിശ്ചയം അല്ലാഹു തആല ഞങ്ങളുടെ മേൽ ഗുണം ചെയ്തിരിക്കുന്നു. ഇന്നഹു, നിശ്ചയം, കാര്യം, മയ്യത്തഖി, ആരെങ്കിലും അല്ലാഹുവിന്റെ വിധിവിലക്കുകളെ സൂക്ഷിച്ചാൽ, വയസ്ബിർ, അവൻ ക്ഷമ കൈക്കൊള്ളുകയും ചെയ്താൽ, ഫഇന്നല്ലാഹ ലാ യുളിഉ അജ്റൽ മുഹ്സിനീൻ, നന്മ പ്രവർത്തിക്കുന്നൊരു പ്രതിഫലം അല്ലാഹു തആല പാഴാക്കി കളയുകയില്ല. പ്രതിസന്ധികളും പ്രയാസങ്ങളും വന്നപ്പോൾ പടച്ച തമ്പുരാന്റെ പൊരുത്തത്തിനു വേണ്ടി ക്ഷമിക്കുകയും ജീവിതത്തിൽ തെറ്റുകുറ്റങ്ങൾ വരാതെ തഖ്വയുള്ള ജീവിതം നയിക്കുകയും ചെയ്തപ്പോ ഇவ்விധത്തിലുള്ള പുരോഗതിയിലേക്ക് അല്ലാഹു തആല ഞങ്ങളെ എത്തിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞു. ഖാലു, ആ സമയത്ത് ഇക്കാക്കമാരെ സഹോദരങ്ങൾ പറഞ്ഞു, തല്ലാഹി, അല്ലാഹുവിനെ തന്നെ സത്യം, ലഖദ് ആസറകല്ലാഹു അലൈനാ, യൂസുഫേ, നിശ്ചയം ഞങ്ങളെക്കാൾ നിങ്ങളെ അല്ലാഹു തആല തെരഞ്ഞെടുത്തിരിക്കുന്നു. നിങ്ങൾ അല്ലാഹു തആല വലിയ ബഹുമാനം നൽകി ആദരിച്ചിരിക്കുകയാണ്. വഇൻ കുന്നാ ലഖാതീൻ, ഞങ്ങൾ ശരിക്കും അബദ്ധം പറ്റിയവർ തന്നെയാകുന്നു എന്ന് ഞങ്ങൾ സമ്മതിക്കുന്നുവെന്ന്. ഖാല, യൂസുഫ് നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, ലാ തസ്രീബ അലൈക്കുമുൽ യൗം, ഇന്ന് നിങ്ങളുടെ മേലിൽ യാതൊരു വിധത്തിലുള്ള പ്രതികരണവും അല്ലെങ്കിൽ പ്രതികാരവും ഞാൻ ചെയ്യുന്നില്ല. നിങ്ങളുടെ മേലിൽ യാതൊരു പ്രതികാരവും എനിക്കില്ല. യഗ്ഫിറുല്ലാഹു ലക്കും, അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരട്ടെ.
വഹുവ അർഹമുർ റാഹിമീൻ, അവൻ ഏറ്റവും വലിയ കാരുണ്യം അടിമകൾക്ക് നൽകുന്നവനാണല്ലോ. അള്ളാഹു നിങ്ങളുടെ ആ തെറ്റുകളെല്ലാം നിങ്ങൾക്ക് പുറത്തു തരട്ടെ, അല്ലെങ്കിൽ പുറത്തു തരും. ഏതായാലും ഞാൻ നിങ്ങളോടൊന്ന് പ്രതികാരമൊന്നും ചെയ്യണില്ല എന്ന് ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി സ്വലാം പറഞ്ഞു. ഇതാണ് ഈ ആയത്തുകളിൽ പറയുന്നത്. അഥവാ കഴിഞ്ഞ സൂക്തത്തിന്റെ 87-ാമത്തെ ആയത്തിൽ യാക്കൂബ് നബി അലൈഹി സ്വലാം പറഞ്ഞത് അതാണല്ലോ, ഫതഹസ്സസൂ മിൻ യൂസുഫ വഅഖീഹി, നിങ്ങൾ യൂസുഫിനെയും സഹോദരനെയും അന്വേഷിച്ചു പോകൂ. നിങ്ങൾ പോകുന്ന സമയത്ത് ശരിക്കും അല്ലാഹു തആല ഞങ്ങൾക്കൊരു റിസൾട്ട് തരും എന്ന പ്രതീക്ഷ വെച്ചുകൊണ്ട് പോകണം. കാരണം അല്ലാഹു ഒരിക്കലും തന്നെ പ്രതീക്ഷ വെച്ചു പോകുന്ന ആളുകൾക്ക് അല്ലാഹു തആല നിരാശ സമ്മാനിക്കില്ല. എന്നുമാത്രമല്ല, പടച്ച തമ്പുരാന്റെ അനുഗ്രഹത്തിൽ പ്രതീക്ഷയില്ലാതെ ആശയേറ്റു പോവുക, ഇനി രക്ഷയില്ല എന്ന ചിന്തയിലേക്ക് എത്തുക എന്നത് അത് വിശ്വാസിയുടെ കൾച്ചറും സ്വഭാവവും അല്ലതാനും നിഷേധികളുടെ ശൈലിയും സ്വഭാവവുമാണ് എന്ന് പറഞ്ഞിരുന്നുവല്ലോ. അതിന്റെ പുലർച്ച വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാവുക എന്ന് അവിടെ മനസ്സിലാക്കുന്നത്. ഫലമ്മാ ദഖലു അലൈഹി, അവർ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ അടുത്ത് പ്രവേശിച്ചപ്പോൾ, അഥവാ കൊട്ടാരത്തിലേക്ക് വന്നപ്പോൾ, ഇവിടെ ഇപ്പൊ യാക്കൂബ് നബി അലൈഹി ഇസ്ലാം പറഞ്ഞയച്ചത് ഇവരെ അന്വേഷിക്കാനാണ്. അന്വേഷിക്കുന്നത് ഒരു ഭാഗമാണ്. അതിന്റെ കൂടെ തന്നെ ഭക്ഷ്യധാന്യങ്ങൾ ലഭിക്കുകയും കുടുംബത്തിന് പട്ടിണി മാറ്റാൻ വേണ്ടി അത് കൊണ്ടുപോയി കൊടുക്കുകയും ചെയ്യുക എന്ന ബാധ്യതയും കൂടെ യാത്രയുടെ ഭാഗമായി അവർ ഉദ്ദേശിച്ചിട്ടുണ്ട്. അങ്ങനെ ബഹുമാനപ്പെട്ട മുഫസ്സിറുകളിൽ ചിലർ പറയുന്നത്, അവര് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ അടുത്ത് വന്നിട്ട് ഈ വിധത്തിൽ പറഞ്ഞു. എന്ത് കാലു? അവർ പറഞ്ഞു, യാ അയ്യുഹൽ അസീസ്, ഓ പ്രഭോ, മസ്സനാ വാഹലന ദുർറു, ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ബുദ്ധിമുട്ട് ബാധിച്ചിരിക്കുന്നു. അതായത് വലിയ കഷ്ടപ്പാടിലാണ് ഞങ്ങളെ കാര്യം, ഞങ്ങൾ വല്ലാത്ത വിഷമത്തിലാണ്, കുടുംബമൊക്കെ പട്ടിണിയുടെ നടുവിലാണ് എന്ന് ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനോട് അവർ പറഞ്ഞു. വാസ്തവത്തിൽ ഈ പറച്ചിലിന്റെ പിന്നിലുള്ള സംഗതി, അഥവാ ഇവിടെ യൂസുഫ് അലൈഹിസ്സലാം, ഇത് യൂസുഫ് അലൈഹിസ്സലാം ആണെങ്കിലോ അല്ലെങ്കിൽ ഈ പരിസരത്ത് എവിടെങ്കിലും ഉണ്ടെങ്കിലോ, ഞങ്ങളുടെ ഈ വളരെ ദയനീയമായിട്ടുള്ള ഈ പ്രതികരണത്തിലൂടെ അദ്ദേഹത്തിന് ഞങ്ങളോടൊരു സിമ്പതി തോന്നുകയും യൂസുഫ് അലൈഹിസ്സലാമിനെ കണ്ടുപിടിക്കാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യും എന്ന ഒരു കണക്കുകൂട്ടൽ കൂടി ഇவ்விധം വിഷമം പറയുന്നതിൽ, അവരുടെ കഷ്ടപ്പാടും അതേപോലെ തന്നെ ദുരിതങ്ങളും വിളമ്പാൻ അവർ ഈ വിധത്തിലുള്ള ഒരു സംഗതി രേഖപ്പെടുത്തിയത് അതിന്റെ ഭാഗമാണ് എന്ന് പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ ചിലർ രേഖപ്പെടുത്തുന്നുണ്ട്. മനസ്സിലായോ? അതാണ് കാലു അവിടെ പ്രത്യേകമായി പറയുന്ന ഒരു സംഗതി. ഫലമ്മാ ദഖലു അലൈഹി, അവർ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ അടുത്ത് വന്നപ്പോൾ കാലു, അവർ പറഞ്ഞു, യാ അയ്യുഹൽ അസീസോ പ്രഭു, മസ്സനാ വഅഹ്ലനാ ദുർറു, ഞങ്ങളെ ബുദ്ധിമുട്ട് പിടികൂടിയിരിക്കുന്നു. വജിനാമി ബിളാഅത്തിൻ മുസ്ജാത്തിൻ, ഞങ്ങൾ വളരെ മോശമായ ചരക്കുമായാണ് വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര പ്രയാസാണ്, സാമ്പത്തികമായിട്ട് വലിയ ദുരിതത്തിലാണ്. ഞങ്ങൾ ചെറിയ വില കൊണ്ടുവന്നിട്ടുണ്ട്, ആ വില നിങ്ങൾ തരുന്ന സാധനത്തിന് മാത്രമൊന്നും മതിയാവൂല, അതാണ് മോശമായ വിലയാണ് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്. മനസ്സിലായില്ലേ? ചരക്കുകൾ എന്ന് പറഞ്ഞാൽ ഭക്ഷ്യധാന്യത്തിനുള്ള വിലയായിട്ട് ഞങ്ങൾ കൊണ്ടുവന്നത് മോശമായ ചരക്കുകളാണ്. അതുകൊണ്ട് ആ ചരക്കിന്റെ തോതനുസരിച്ച് ഞങ്ങൾക്ക് ഭക്ഷ്യധാന്യം തരുന്നതിന് പകരം ഫൗഫിലനൽ കൈല, ഞങ്ങൾക്ക് സാധാരണ നിങ്ങൾ നൽകുന്ന അളവ് പൂർത്തിയാക്കി നൽകണം. തസദ്ദഖ അലൈന, ഞങ്ങളുടെ മേലിൽ ധർമ്മം നൽകുകയും വേണിച്ചാൽ അത് നിങ്ങളെ വകയായിട്ട് തരുന്നതാണ്, അല്ലാതെ ഞങ്ങൾ തന്ന പൈസക്കുള്ളതായിരിക്കില്ല. ഞങ്ങൾ തരുന്ന പൈസക്കുള്ളത് മാത്രം നിങ്ങൾ തന്നാൽ ഞങ്ങൾ കുടുംബം പട്ടിണിയാകും. അതുകൊണ്ട് മഹാരാജാൻ ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങളും സഹായങ്ങളും ചെയ്തു തരണം എന്നവരാവശ്യപ്പെട്ടു. ഞങ്ങൾ കൊണ്ടുവന്ന വിലക്കനുസരിച്ചുള്ളത് തന്നാൽ ഞങ്ങൾ നാട്ടിൽ പോയി വിഷമിക്കേണ്ടി വരും എന്നർത്ഥം. എന്നിട്ട് അവർ പറഞ്ഞു, ഇന്നല്ലാഹ യജ്ദിൽ മുത്തസദ്ദിഖീൻ, ധർമ്മം ചെയ്യുന്നവർക്ക് അള്ളാഹു പ്രതിഫലം കൊടുക്കും. നിങ്ങൾ ഞങ്ങൾക്ക് അങ്ങനെ സൗകര്യം ചെയ്തു തരാൻ നിങ്ങൾക്ക് സാധിക്കും. അങ്ങനെ നിങ്ങൾ സൗകര്യം ചെയ്തു തന്നാൽ നിങ്ങൾ അള്ളാഹു തആല വെറുതെ ആക്കില്ല, നിങ്ങൾക്ക് അള്ളാഹു വലിയ അനുഗ്രഹം തരും എന്ന് പറഞ്ഞു. അപ്പോ ഇവരുടെ ഈ അതിദയനീയമായിട്ടുള്ള ഈ സംഭാഷണം ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനത് കേട്ടപ്പോൾ സ്വാഭാവികമായിട്ടും ചോര ആണല്ലോ, ഒരേ രക്തമല്ലേ രണ്ടു കൂട്ടരും, ഇക്കാക്കന്മാരാണല്ലോ. അവരിങ്ങനെ ഈ കൊട്ടാരത്തിൽ വന്ന് ദയനീയമായൊരു പറച്ചിൽ പറഞ്ഞപ്പോ അവരുടെ മനസ്സലിഞ്ഞു. ഇത്രയൊക്കെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളൊക്കെ തനിക്ക് സമ്മാനിച്ചിട്ടുണ്ടെങ്കിലും
മറക്കാനാവാത്ത വിധത്തിലുള്ള കടുത്ത അക്രമങ്ങൾ അവർ കാണിച്ചിട്ടുണ്ടെങ്കിലും പക്ഷെ ആ അക്രമങ്ങളൊക്കെ മനസ്സിൽ വെച്ച് വീണ്ടും അവരോട് പ്രതികാരം ചെയ്യാൻ അവരവസരം കിട്ടുമ്പോൾ ആ പകരം വീട്ടുന്ന ശൈലി മാന്യന്മാർക്ക് ചേർന്നതല്ലല്ലോ. എന്നു മാത്രമല്ല, ഇത്രയൊക്കെ ഉണ്ടായിട്ടും സ്വന്തം ഇക്കാക്കമാരോട് മനസ്സിന്റെ ഉള്ളിൽ വല്ലാത്ത സിമ്പതിയും സ്നേഹവും തന്നെ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുകയും ചെയ്യും വിധം വിശാലമായ ഒരു മനസ്സാണ് ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന് അള്ളാഹു നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന് പിടിച്ചു നിൽക്കാനാവണില്ല. അതായത് ഇപ്പൊ നേരത്തെ പലതവണ ഇക്കാക്കമാരിവിടെ വന്നു, അവരുമായിട്ട് സംഭാഷണം നടത്തി, പക്ഷെ എന്നെ തിരിച്ചറിഞ്ഞില്ല അവർക്ക്. ഞാൻ അവർക്കത് ബോധ്യപ്പെടുത്താനോ അല്ലെങ്കിൽ തിരിച്ചറിയാനോ ഉള്ള ശ്രമങ്ങളൊന്നും നടത്തിയില്ല. പക്ഷെ ഇതിങ്ങനെ കുറെ കാലം ഈ ഒളിച്ചുകളി മുന്നോട്ട് കൊണ്ടുപോകണ്ട എന്ന് യൂസുഫ് നബി അലൈഹിസ്സലാമിന് തോന്നുകയാണ്. ഇത് പുറത്തു പറയാനുള്ള സമയമായി, ഈ സസ്പെൻസ് പൊളിക്കാനുള്ള നേരമായി എന്ന് തനിക്ക് തോന്നുകയാണ്. അത് തോന്നിയതുകൊണ്ട് കാലായി യൂസുഫ് നബി അലൈഹി ഇസ്ലാം ചോദിച്ചു, ഹൽ അലിംതും, നിങ്ങൾക്കറിയാമോ, മാ ഫഅൽതും ബി യൂസുഫ വ അഖീഹി, നിങ്ങളുടെ സഹോദരന്മാരായ യൂസുഫിനെയും സഹോദരൻ ബിന്യാമീനെയും കൊണ്ട് നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്തു കൂട്ടിയതെന്ന്. ഇത് അൻതും ജാഹിലൂൻ, നിങ്ങൾ വിവരമില്ലാത്തവരായിരുന്ന കാലത്ത്, നിങ്ങൾക്ക് ബോധമില്ലാത്ത കാരണത്താൽ നിങ്ങൾ നിങ്ങളുടെ സഹോദരനായ യൂസുഫിനെയും അതേപോലെ ആ യൂസുഫ് അലൈഹി ഇസ്ലാമിന്റെ സഹോദരനായിരിക്കുന്ന ബിന്യാമീനെയും നിങ്ങൾ എന്തുമാത്രം കഷ്ടപ്പെടുത്തി, നിങ്ങൾ എന്തൊക്കെ ചെയ്ത് നിങ്ങൾക്ക് അറിയാമോ, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ എന്നൊരു ചോദ്യം ചോദിച്ചു. ബഹുമാനപ്പെട്ട ഇബ്നു കസീർ ഇവിടെ രേഖപ്പെടുത്തുന്നത് കാണാം. ലമ്മാ ദക്കറ ലഹു ഇഖ്വതുഹു മാ അസാബഹും മിനൽ ജുഹദി വൽളീഖി വഖല്ലത്തി തആമി വഉമൂമിൽ ജദ്ബി, യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനോട് തന്റെ സഹോദരങ്ങൾ അവരെ ബാധിച്ചിരിക്കുന്ന കഷ്ടപ്പാടും അതേപോലെ ജീവിതത്തിന്റെ ക്ലേശങ്ങളും ഭക്ഷ്യധാന്യത്തിന്റെ അഭാവവും അതുപോലെ അതിശക്തമായിട്ടുള്ള വരൾച്ചയുടെയും അതേപോലെ ദാരിദ്ര്യത്തിന്റെയും ഒക്കെ വിഷമങ്ങളും അതൊക്കെ അവരുടെ മുന്നിൽ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ മുന്നിൽ അവരെ അവതരിപ്പിച്ചപ്പോ വതദക്കറ അബാഹു വമാഹു ഫീഹി മിനൽ ഹുസ്നി ലിഫഖദി വലദൈഹി, രണ്ടു മക്കളെ കാണാതായതിന്റെ പേരിൽ വാപ്പാക്കുള്ള ദുഃഖവും വിഷമവും വേദനയും അതുകൂടി ഓർമ്മിപ്പിക്കുകയും ചെയ്തപ്പോ മാമാഹു ഫീഹി മിനൽ യൂസുഫ് നബി ഇസ്ലാം ഓർത്തു, എന്ത്, തന്റെ വാപ്പാന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ, ഇക്കാക്കമാര് വന്ന് ഈ കഷ്ടപ്പാട് പറയുമ്പോ വാപ്പാക്ക് ആ കഷ്ടപ്പാടിന്റെ വിഷമമുണ്ട്, അതിന്റെ പുറമെ രണ്ടു മക്കളെ കാണാതായ ദുഃഖമുണ്ടല്ലോ. അപ്പൊ അതൊക്കെ കൂടെ ആലോചിച്ചു. മഅമാ ഫീഹി മിനൽ മുൽക്കി വത്തസറുഫി വസായത്തി, ഞാനാണെങ്കിൽ ഇവിടെ ഭയങ്കര സൗകര്യത്തിലും സുഖത്തിലും ഇങ്ങനെ അടിച്ചുപൊളിച്ച് ജീവിക്കാൻ ആവശ്യമായ സാഹചര്യങ്ങൾ അള്ളാഹു എനിക്ക് ഒരുക്കി തന്നിരിക്കുന്നു. എന്റെ ഉപ്പ അവിടെ കഷ്ടപ്പെട്ട് എന്നെ കാണാത്തതിന്റെ പേരിലുള്ള വേദന കൊണ്ട് വിഷമിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഫൈൻദാലിക്ക, ആ സമയത്ത് അഖദതുഹു റിഖത്തുൻ വറഅഫത്തുൻ വറഹ്മത്തുൻ വശഫഖത്തുൻ അലാ അബീഹി വഇഖ്വതിഹി, അപ്പോഴാണ് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ മനസ്സിൽ വല്ലാത്ത ആർദ്രത, വല്ലാത്ത അനുകമ്പ തന്റെ ഉപ്പക്കും അതേപോലെ തന്നെ സഹോദരങ്ങളോടും, ഇനിയും ഇതിങ്ങനെ നീട്ടിക്കൊണ്ടുപോയിട്ട് ഞങ്ങൾ തമ്മിലുള്ള അകൽച്ച കൂട്ടണ്ട, എത്രയും പെട്ടെന്ന് ഒന്നിക്കണം എന്ന തോന്നലുണ്ടാകുന്നത്. എന്നു മാത്രമല്ല, അതേക്കുറിച്ച് ആലോചിച്ചപ്പോൾ ബദറഹുൽ ബുക്കാവു, ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന് കരച്ചിൽ വന്നുപോയി. അതായത് ഇത്രയും എന്റെ ഉപ്പ സഹിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, എന്റെ കുടുംബങ്ങൾ വിഷമത്തിലാണല്ലോ എന്നാലോചിച്ചപ്പോ തനിക്ക് കരച്ചിൽ വന്നു. അപ്പോ ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി ഇസ്ലാം തീരുമാനിച്ചു ഈ സസ്പെൻസ് പൊളിക്കാൻ, ഈ ഒളിച്ചുകളി മതി. ഇനി ഇക്കാക്കമാരോട് ഞാൻ യൂസുഫാണെന്ന് പറയണം, ഉപ്പാനെയും അതേപോലെ തന്നെ കുടുംബത്തെയും ഒന്നിച്ച് ഇവിടെ കൊണ്ടുവന്ന് അവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം, പട്ടിണിയുടെ വിഷമത്തിൽ നിന്ന്, ദുരിതത്തിന്റെ നീരാളിപ്പിടുത്തത്തിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തണമെന്ന് തീരുമാനിച്ചു. ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ചോദിക്കുന്നത്, എന്ത്, ഹൽ അലിംതും മാ ഫഅൽതും ബി യൂസുഫ വ അഖീഹി, യൂസുഫിനെയും സഹോദരനെയും കൊണ്ട് നിങ്ങൾ എന്തൊക്കെയാ ചെയ്തത് നിങ്ങൾക്ക് അറിയാമോ. ഇത് അന്തും ജാഹിലൂൻ, നിങ്ങൾ വിവരമില്ലാത്തവരായിരുന്ന കാലത്ത്. വിവരമില്ലാത്തവരായിരുന്ന കാലത്ത് എന്ന് പറഞ്ഞതിനെ വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇബ്നു കസീർ രേഖപ്പെടുത്തുന്നത് കാണാം. ഈ വിവരല്ല, അവർക്ക് വിവരമുണ്ടായിരുന്നില്ലേ, ഒരു പൊട്ടന്മാരൊന്നും അല്ലല്ലോ. പക്ഷെ അവരെ പറ്റി വിവരമില്ലാത്ത കാലത്ത് എന്ന് പറയാൻ കാരണം പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്, കുല്ലുമൻ അസല്ലാഹ ഫഹുവ ജാഹിൽ, അള്ളാഹ്ക്ക് എതിര് ചെയ്യുന്ന എല്ലാവരും ആ സമയത്തോൻ ജാഹിലാണ്. അതായത് വിവരത്തിന്റെ ഗുണം ഓന്റെ മനസ്സിലുണ്ടെങ്കിൽ ഓൻ ആ തെറ്റ് ചെയ്യൂല. അപ്പൊ ഒരാൾ തെറ്റ് ചെയ്യുമ്പോൾ ആ വിവരത്തിന്റേതായിട്ടുള്ള സ്വാധീനം, അതിന്റേതായിട്ടുള്ള ചൈതന്യം അത് അവനിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് ഓരോരുത്തരും തെറ്റ് ചെയ്യുന്നത്
അതുകൊണ്ട് കുല്ലുമൻ അസല്ലാഹ ഫഹുവ ജാഹിൽ, അള്ളാഹിനോട് തെറ്റ് ചെയ്യണോലൊക്കെ ജാഹിലിങ്ങളാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവന് തിയറി അറിയാമെങ്കിലും ആ തിയറിയുടെ ചൈതന്യം അവന്റെ മനസ്സിൽ നിന്ന് ആ സമയത്ത് മാറി നിൽക്കുന്നുണ്ട് എന്ന്. അതാണ് ഇവിടെ സൂചിപ്പിച്ചത്. ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ ഇവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. ഏതായാലും എന്നിട്ട് ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി ഇസ്ലാം അവരോട് ഇങ്ങനെ ചോദിച്ചു, നിങ്ങൾ ജാഹിലിങ്ങളായിരുന്ന കാലത്ത് സഹോദരനെയും അതേപോലെ തന്നെ ബിന്യാമീനെയും കൊണ്ട് യൂസുഫിനെയും കൊണ്ട് നിങ്ങൾ എന്താ ചെയ്തതെന്ന് അറിയാമോ? അതോടുകൂടെ കാലു അവർ ചോദിച്ചു, ഇന്നക്കലാന്ത യൂസുഫ്, ഇന്നക്കലാന്ത യൂസുഫ്, അല്ല നിങ്ങളാണോ യൂസുഫ്? പഠിച്ചോനെ നിങ്ങളാണോ യൂസുഫ് എന്ന് ചോദിച്ചു. ഇവിടെ ബഹുമാനപ്പെട്ട വ്യാഖ്യാതാക്കളിൽ ചിലർ രേഖപ്പെടുത്തുന്നുണ്ട്, യൂസുഫ് നബി അലൈഹി ഇസ്ലാം തന്റെ തലയിൽ വെച്ചിരുന്ന പ്രത്യേക കിരീടം അതൊക്കെ അങ്ങ് മാറ്റിവെച്ചിട്ട് ആണ് എന്ത് ചെയ്തത്, അവരോട് ചോദിച്ചത്. അപ്പൊ അവർ ശരിക്കും യൂസുഫിനെ അപ്പോഴാ നോക്കിയപ്പോ അവർക്ക് മനസ്സിലായി, ലക്ഷണം കൊണ്ട് തന്നെ അത് യൂസുഫാണെന്ന് മനസ്സിലാവുകയും ചെയ്തു. അത്ഭുതത്തോടുകൂടെ അവർ ചോദിച്ചു, അയിന്നക്കല യൂസുഫ് ലാൻസ യൂസുഫ്, നിങ്ങളാണോ യൂസുഫ്? കാല യൂസുഫ് നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, അന യൂസുഫ്, അതെ ഞാൻ തന്നെയാണ് യൂസുഫ്. വഹാദ അഖീ, ഇതെന്റെ സഹോദരനാകുന്നു. അത് മന്നല്ലാഹു അലൈന, അള്ളാഹു ഞങ്ങളുടെ മേൽ ഗുണം ചെയ്തിരിക്കുന്നു. അതായത് നിങ്ങൾ ഞങ്ങൾക്കിടയിൽ വലിയ ഭിന്നിപ്പുണ്ടാക്കി, ഞങ്ങളെ രണ്ടു തട്ടിലാക്കി. എന്നാൽ ഇപ്പൊ ഞങ്ങൾക്ക് ഒന്നിച്ചു നിൽക്കാൻ അള്ളാഹു തആല അവസരം തന്നു. എന്താ കാരണം? ഇന്നഹുമൻ യത്തഖി, ആരെങ്കിലും അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ചാൽ വയസ്ബിർ, അവന്റെ പരീക്ഷണത്തിൽ ക്ഷമ കൈക്കൊള്ളുകയും ചെയ്താൽ ഫഇന്നല്ലാഹ ലാ യുളീഉ അജ്റൽ മുഹ്സിനീൻ, ഇതൊക്കെ നന്മ ചെയ്യുന്ന പ്രവർത്തനമാണ്. ഇത്തരം നന്മ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നടത്തുന്നവരുടെ പ്രതിഫലം അള്ളാഹു പാഴാക്കൂല. ഉണ്ടോ? അപ്പൊ തഖ്വയോടുകൂടെ ജീവിച്ചാൽ, ക്ഷമയോടുകൂടെ ജീവിച്ചാൽ ഏതു പ്രതിസന്ധികൾക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല അറുതി വരുത്തുകയും വിഷമത്തിനു പകരം സന്തോഷത്തിന്റെ സാഹചര്യം, ദുഃഖത്തിനു പകരം സമൃദ്ധിയുടെ സാഹചര്യം അള്ളാഹു തആല ഒരുക്കി തരികയും ചെയ്യുമെന്ന് ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി ഇസ്ലാം പറഞ്ഞു. നോക്കൂ, ഈ ആയത്ത് വിശദീകരിക്കുന്നിടത്ത് ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു എഴുതുന്നത് കാണാം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാക്കൂബ് നബി അലൈഹി ഇസ്ലാം തന്റെ മകൻ ബിന്യാമീൻ ഇപ്പൊ എന്തായാലും രാജാവിന്റെ അടുത്തുണ്ട്, അല്ലെങ്കിൽ ഭക്ഷ്യമന്ത്രിയുടെ അടുത്തുണ്ട് ഇപ്പൊ യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന് അറിയാമല്ലോ. അപ്പൊ അതുകൊണ്ട് കതബ യാക്കൂബു ഇലൈഹി, മിസ്റിലെ അസീസിന് യാക്കൂബ് നബി അലൈഹി ഇസ്ലാം എഴുതി തലബി യത്ലുബു റദ്ദ ബിനിഹി, തന്റെ മകനെ മടക്കി തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു കത്തെഴുതി. ആ കത്തിലുണ്ട് മിൻ യാക്കൂബ സഫിയില്ലാഹി ബിൻ ഇസ്ഹാഖ് ദബീഹില്ലാഹി ബിൻ ഇബ്രാഹിം ഖലീലില്ലാഹി ഇല അസീസ് മിസ്ർ. മിസ്റിലെ പ്രഭുവിന് അല്ലെങ്കിൽ ഭക്ഷ്യമന്ത്രിക്ക് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ മകൻ ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാമിന്റെ മകൻ യാക്കൂബ് നബി അലൈഹി ഇസ്ലാം എഴുതുന്ന കത്ത് അമ്മാ ബഅദു. എന്നിട്ട് ആ കത്തിൽ എഴുതുകയാണ് എന്ത്, ഞങ്ങള് ഒരു പരീക്ഷണമുള്ള കുടുംബാണ് എന്ന് പറഞ്ഞാൽ, പണ്ട് എന്റെ വല്യുപ്പ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ അള്ളാഹു പരീക്ഷിച്ചു, തീക്കുണ്ടാരത്തിലിട്ടു. പിന്നീട് എന്റെ ഉപ്പ ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാമിനെ അള്ളാഹു തആല പരീക്ഷിച്ചു. ഇപ്പൊ സുമ്മബ്തലാനി, അള്ളാഹു എന്നെയും പരീക്ഷിച്ചു. എനിക്ക് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്ന ഒരു മകൻ, ആ മകനെ എന്നിൽ നിന്ന് മാറ്റിക്കൊണ്ട് അള്ളാഹു എന്നെ പരീക്ഷിച്ചു. അതോടൊപ്പം തന്നെ ഇപ്പോൾ എനിക്ക് രണ്ടാമത് ആശ്വാസമായിരുന്ന മകനെയും അള്ളാഹു തആല എന്നിൽ നിന്ന് മാറ്റിയിരിക്കുകയാണ്. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, വഇന്നീലം അസ്രിഖ്, ഞാൻ കളവ് നടത്തിയിട്ടില്ല. വലം അലിദ് സാരിഖൻ, കളവ് നടത്തുന്ന ഒരാൾക്ക് ഞാൻ ജന്മം നൽകിയിട്ടില്ല. വസ്സലാം. അതുകൊണ്ട് എന്റെ മോൻ കട്ടിട്ടില്ല, കട്ടു എന്ന് പറഞ്ഞ് നിങ്ങളവിടെ പിടിച്ചുവെച്ചെന്റെ മകൻ നിങ്ങൾ തിരിച്ചു തരണം എന്നാണ് കത്തിന്റെ വാചകം. അങ്ങനെ ഫലമാ ഖറ യൂസുഫുൽ കിതാബ, യൂസുഫ് നബി അലൈഹി ഇസ്ലാം ആ എഴുത്ത് വായിച്ചപ്പോൾ ഇർതാദത്ത് മഫാസിലുഹു വഖശഅറ ജിൽദുഹു വഅർഖാ ഐനൈഹി ബിൽ ബുകായി വഅബല സബറുഹു ഫബാഹ ബിസ്സിർരി. ബഹുമാനപ്പെട്ട ഖുർത്തുബി ഇമാം രേഖപ്പെടുത്താണ്, യൂസുഫ് അലൈഹി ഇസ്ലാം ആവുന്ന ഉപ്പാന്റെ കത്താണ് വായിച്ചു തീർന്നപ്പോൾ ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന് വല്ലാത്ത രോമാഞ്ചമുണ്ടായി. മനസ്സാകെ വല്ലാതെ പതറാൻ തുടങ്ങി, കണ്ണുകളിൽ നിന്ന് കണ്ണുനീര് കുടുകൂടാ ഒഴുകാൻ തുടങ്ങി. തന്റെ ക്ഷമയെല്ലാം, അഥവാ ഇനിയും ഒളിച്ചുകളി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ലെന്ന അവസ്ഥ വന്നപ്പോൾ ഈ രഹസ്യമത വെളിവാക്കുകയാണ്. അങ്ങനെയാണ് ബഹുമാനപ്പെട്ടവർ ഇത് പറഞ്ഞത്. അപ്പൊ സഹോദരങ്ങൾ ചോദിച്ചു, എന്ത് നിങ്ങൾ യൂസുഫാണോ? അപ്പൊ യൂസുഫ് നബി അലൈഹി സ്വലാം പറഞ്ഞു, അതെ ഞാൻ യൂസുഫാണ്, ഇതെന്റെ സഹോദരൻ ബിന്യാമീനുമാണ്. അള്ളാഹു ഞങ്ങൾക്ക് ഗുണം ചെയ്തു, നിങ്ങൾ ഭിന്നിപ്പിച്ചതിന് ശേഷം ഒന്നിച്ച് ജീവിക്കാനുള്ള അവസരം ഉണ്ടായി. അത് അള്ളാഹു തആല തഖ്വ ചെയ്യുന്ന മുത്തഖികൾക്ക് നൽകുന്ന വലിയ സൗഭാഗ്യമാണ് എന്ന് ബഹുമാനപ്പെട്ട അവര് രേഖപ്പെടുത്തി. യൂസുഫ് അലൈഹി സ്വലാം പറഞ്ഞു. ആ സമയത്ത് ഇക്കാക്കമാര് പറഞ്ഞു, എന്ത് ഖാലു, അവർ പറഞ്ഞു, തല്ലാഹി, അള്ളാഹുവിനെ തന്നെ സത്യം, ലഖദ് ആസറക്കല്ലാഹു അലൈനാ, ഞങ്ങളെക്കാൾ നിങ്ങൾക്ക് അള്ളാഹു തആല വലിയ പരിഗണന നിങ്ങൾ അള്ളാഹു തെരഞ്ഞെടുത്തിരിക്കുന്നു.
വൈൻ കുന്നാല ഖാത്തി, ഞങ്ങൾ അബദ്ധം ചെയ്തവരാണെന്ന് കാര്യം ഉറപ്പുമാണ്. ഞങ്ങൾ കുറ്റവാളികളാണ്. നിങ്ങൾക്ക് അല്ലാഹു തആല വലിയ പവറും സ്ഥാനവും നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞു. രാജകീയമായ പ്രൗഢിയും മറ്റൊക്കെ നിങ്ങൾക്ക് അല്ലാഹു നൽകി. ഞങ്ങളാണെങ്കിലോ നിങ്ങളെ ആക്രമിച്ച് കുറ്റം ചെയ്തവരായി പോയി എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ മാപ്പാക്കണം, പുറത്തു തരണം, ഞങ്ങളെ ശിക്ഷിക്കരുത് എന്നൊക്കെയാണ് അതിന്റെ ഉള്ളിലുള്ളത്. ആ സമയത്ത് അവരുടെ ആ ബേജാറിന് മറുപടി എന്നോണം അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് കാല യൂസുഫ് നബി അലൈഹി ഇസ്ലാം പറഞ്ഞില്ല തസ്ലീബ അലൈക്കുമുൽ യൗം, ഇന്ന് നിങ്ങളുടെ മേലിൽ ഒരു പ്രതികാരവുമില്ല, നിങ്ങളൊരു റിവഞ്ചും ഞാൻ സ്വീകരിക്കുന്നില്ല. നിങ്ങളെന്നെ കാണിച്ചു കൂട്ടിയത് അക്രമത്തിനൊന്നും അതേ അളവിൽ വേണമെങ്കിൽ എണ്ണി മറുപടി പറയാനുള്ള അവസരമുണ്ടെങ്കിൽ ഞാനതൊന്നും ചെയ്യുന്നില്ല. യഗ്ഫിറുല്ലാഹു ലക്കും, അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരട്ടെ. വഹുവ അർഹമുർ റഹീമീൻ, അവൻ ഏറ്റവും വലിയ കാരുണ്യവാനാണല്ലോ. അതുകൊണ്ട് അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരട്ടെ എന്ന അങ്ങേയറ്റത്തെ ആ ഒരു കഷ്ടപ്പാടുണ്ടാക്കിയ, തനിക്ക് വലിയ ദുഃഖം സമ്മാനിച്ച, കണ്ണീര് കുടിപ്പിച്ച ആളുകളോട് പോലും അങ്ങേയറ്റത്തെ ദയോടുകൂടെ മാപ്പ് നൽകുന്ന ശൈലി, ആ ശൈലിയാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പ്രകടിപ്പിച്ചത്. ഇതേ ശൈലി ബഹുമാനപ്പെട്ട മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കം ഫതഹിന്റെ അന്ന് മക്കത്ത് സ്വീകരിച്ചതായിട്ട് ഇമാം ഖുർത്തുബി തങ്ങളും ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ വിശദീകരിക്കുന്നത് കാണാൻ പറ്റും. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ടല്ലോ. എന്ത്? എന്റെ സഹോദരൻ യൂസുഫ് അലൈഹിസ്സലാം പറഞ്ഞതുപോലെ അനഖൂലു കമാ ഖാല അഖി യൂസുഫ് ലാ തസ്രീബ അലൈക്കുമുൽ യൗം, എന്റെ സഹോദരൻ യൂസുഫ് നബി പറഞ്ഞതുപോലെ ഞങ്ങളോട് പറയാണ്, ഞങ്ങളോടൊന്നും ഒരു പ്രതികാരം എടുക്കണില്ല, നിങ്ങളെല്ലാവരും പോയിക്കൊള്ളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ ഇவ்விதത്തിൽ നമുക്കൊരാളെ നമ്മളോടൊരു അക്രമം ചെയ്തതിന് തിരിച്ചു ചോദിക്കാൻ ഉള്ള അവസരവും കഴിവും വന്നെത്തിയിട്ടും അത് തിരിച്ചു ചോദിക്കാതെ നമ്മൾ അവർക്ക് മാപ്പ് ചെയ്തു കൊടുക്കുക എന്നത് ഒരു മനുഷ്യന്റെ ഏറ്റവും അല്ലാഹു പൊരുത്തപ്പെടുന്ന സ്വഭാവങ്ങളിൽ, അല്ലാഹു തആലക്ക് ഇഷ്ടമുള്ള സ്വഭാവങ്ങളിൽപ്പെട്ടതാണ്. അപ്പൊ അങ്ങനെയായിരിക്കണം നമ്മളൊക്കെ. അപ്പൊ നോക്കൂ, ഇവിടെ അധികാരത്തിന്റെ ദണ്ടുപയോഗിച്ച് വേണമെങ്കിൽ അവരെ ഇഞ്ചിഞ്ചായി കൊലപ്പെടുത്താൻ അവസരമുള്ള യൂസുഫ് നബി അലൈഹി ഇസ്ലാം. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 10,000 പടയാളികളോടൊപ്പം മക്കത്ത് വന്നത്, ഓരോരുത്തരെ പിടിച്ച് ഇഞ്ചിഞ്ചായി കൊല്ലാൻ വേണ്ടി മുത്തുനബി ഉത്തരവ് കൊടുത്താൽ നടപ്പാക്കാൻ കാത്തിരിക്കുന്ന സഹാബികൾ, അവരുടെ മുന്നിലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പോയിക്കോളൂ, ഞാൻ സഹോദരൻ യൂസുഫ് നബി പറഞ്ഞ പോലെ നിങ്ങളോട് പറയണം, പ്രതികാരമല്ല. യൂസുഫ് നബി അലൈഹി ഇസ്ലാം സഹോദരങ്ങളോട് പറയണം, നിങ്ങളോട് പ്രതികാരമല്ല, നിങ്ങളെ ബുദ്ധിമോശമൊക്കെ അല്ലാഹു തആല പുറത്തു തരട്ടെ. ഇതാണ് ഇസ്ലാമിന്റെ വിശാലമായിട്ടുള്ള കാരുണ്യത്തിന്റെ കാഴ്ചപ്പാട്. ഈ മതത്തെ നോക്കി ഇത് തീവ്രവാദമാണ് അല്ലെങ്കിൽ ഭീകരവാദമാണ് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ പറയുന്നവരോട് നല്ല നമസ്കാരം എന്ന് പറയാനല്ലാതെ വിശ്വാസികൾക്കും മറ്റു മാർഗമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഈ മതത്തിന്റെ നന്മക്ക് നിരക്കാത്ത വിധത്തിൽ എന്തെങ്കിലുമൊക്കെ തോന്നിയാസങ്ങൾ കാട്ടിക്കൂട്ടി ഈ മതത്തെ പറയിപ്പിക്കുന്നവരും മാപ്പർഹിക്കാത്ത പാതകം ചെയ്യുന്നവരാണ് എന്ന് തിരിച്ചറിയണം. അള്ളാഹു വിട്ടുവീഴ്ചയുടെ മനസ്സിൽ നമുക്ക് നൽകട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ നബിയിൽ മുസ്തഫ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു